നമസ്കാരം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ച. പക്ഷേ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ മാത്രം കഴിഞ്ഞില്ല. സോണിയാഗാന്ധിയോടുകൂടി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ധാരണയിൽ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഒരു തമ്മിലടി വേണ്ട, അത് വലിയ ദോഷം ഉണ്ടാക്കുമെന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്തായാലും വൈകും എന്നതിൽ സംശയം വേണ്ട. 23 വരെ സമയമുണ്ടല്ലോ. ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. കാത്തിരിക്കാം കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആര് വരുമെന്ന്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ കോൺഗ്രസ്. തർക്കം തുടരുന്നു. 3 നേതാക്കളുമായി ചർച്ച നടത്തി. ഡൽഹിയിലെ ചർച്ചയിൽ നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. പ്രവർത്തകരോട് തെരുവിലിറങ്ങരുതെന്ന് നേതാക്കൾ. ഫ്ലക്സുകൾ മാറ്റി തുടങ്ങി. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് നിർദ്ദേശം. শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে ബംഗാളിൽ പുതുചരിത്രം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ അധികാരമേറ്റു. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും NDA മുഖ്യമന്ത്രിമാരും. ജനനായകൻ ഇനി ഭരണ നേതൃത്വത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ വിജയ്. സത്യപ്രതിജ്ഞ നാളെ ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ. 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. N രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM-ന് രൂക്ഷ വിമർശനം. പാലായിലടക്കം CPM ക്രോസ് വോട്ട് ചെയ്തു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിമർശനം. തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നണി മാറാനുള്ള തീരുമാനം നേതാക്കൾ തന്നെ ഇല്ലാതാക്കിയെന്ന് വിലയിരുത്തൽ. ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി. നിയമനം അനിൽ ചൗഹാൻ വിരമിക്കുന്ന ഒഴിവിൽ. ഈ മാസം 30-ന് സ്ഥാനമേൽക്കും. ഹാൻഡ വൈറസിനെ കുറിച്ച് അടിയന്തര ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും. ക്രൂയിസ് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും നിരീക്ഷണത്തിലെന്നും റിപ്പോർട്ട്. രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലയളവ് 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. സംസ്ഥാനത്ത് മെയ് 13 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യത. അറബിക്കടലിൽ ചക്രവാത ചുഴി. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 230 റൺസ് വിജയലക്ഷ്യം. സായി സുദർശനും ശുഭ്മാൻ ഗില്ലിനും അർദ്ധ സെഞ്ചുറി. അവയവ കച്ചവടത്തിലെ മുഖ്യ സൂത്രധാരൻ നജീബിനായി ലുക്കൌട്ട് നോട്ടീസ്. തട്ടിപ്പ് നടന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കും. സ്റ്റോറി ഓഫ് ദ ഡേ. പാഴല്ല, ഇനി പകിട്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന ആകാംക്ഷ തുടരുകയാണ്. നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലും സമവായത്തിലെത്താനായില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ രാഹുൽ ഗാന്ധി നേതാക്കൾക്ക് കർശന താക്കീത് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇതോടൊപ്പം തന്നെ ഈ ശക്തി പ്രകടനങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ അടക്കം തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാവരും, അതായത് ഈ പറയുന്ന 3 പേരും യോഗ്യരാണ് എന്നുള്ളത് മെറിറ്റാണ് പ്രധാനമെന്നുമാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് വൈകാതെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിഭാഗീയത ഇങ്ങനെ തെരുവിലേക്ക് പടരുന്നതിനെതിരെ കർശനമായ നിലപാടുകളാണ് നേതാക്കൾ എടുത്തിട്ടുള്ളത്. അവരിന്ന് ഒന്നിച്ച് രംഗത്തെത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവർത്തകർ ആർക്കും വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ളതും ഇത്തരം നടപടികൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്നതാണെന്നും നേതാക്കൾ ഇന്ന് പ്രതികരിച്ചു. നേതാക്കൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രവർത്തകരെ കുറിച്ച് ചിന്ത വന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ് നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാക്കും. ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് CK വേണുഗോപാൽ VD സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDFിലും അർപ്പിച്ച വലിയ വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കണം. വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമായി വരേണ്ടത്. ഏതായാലും സോണിയാഗാന്ധിയോടക്കം ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മെറിറ്റ് അടക്കം പരിശോധിക്കുന്നുണ്ട് എന്നാണ്. അതായത് എല്ലാ നേതാക്കളും മികച്ച നേതാക്കളാണ്, പക്ഷെ അവരുടെ ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ആര് എന്നുള്ള ഒരു പരിശോധനയാണല്ലോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എപ്പോഴായിരിക്കും ഇനി ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ച. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമൊപ്പം കേന്ദ്ര നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. ആ യോഗത്തിന് ശേഷം നേതാക്കളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ആരാകും എന്ന ആ പേര് പ്രഖ്യാപിക്കാനായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ദീപാദാസ് മുൻഷിക്ക് ആ പേരിലേക്ക് എത്താൻ സാധിക്കാഞ്ഞത് നേരത്തെ നടന്നിട്ടുള്ള യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, മുഖ്യമന്ത്രി ആരാകുമെന്ന കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഈ യോഗത്തിലും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ MLA-മാരുടെ ആ പിന്തുണ അനുസരിച്ച് അതൊരു മാനദണ്ഡമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്നൊരു ചർച്ച ഈ യോഗത്തിലുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേരെത്തി നിൽക്കുന്നത് KC വേണുഗോപാലിലേക്ക് ആയിരിക്കും. പക്ഷേ ആ പേര് ആ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിനുള്ളിലും ഒപ്പം UDF-നുള്ളിലും അതൃപ്തിക്കും പ്രശ്നങ്ങൾക്കും പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾക്കും വാക്പോരിനും കാരണമാകും എന്ന വ്യക്തമായ വിലയിരുത്തൽ ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് നിലവിൽ ഹൈക്കമാൻഡിന് കടക്കാൻ സാധിക്കാഞ്ഞത്. നിലവിൽ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്, എല്ലാ നേതാക്കളും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. തുടർന്ന് വ്യക്തമാക്കിയത് തങ്ങളുടെ പേരിൽ നടത്തുന്ന ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും ഫ്ലക്സ് യുദ്ധവും അവസാനിപ്പിക്കണം. ഇന്ന് തന്നെ അത്തരത്തിലുള്ള ഫ്ലക്സുകളെല്ലാം ഒഴിവാക്കണം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു അത് അംഗീകരിക്കും എന്ന് നേതാക്കൾ വ്യക്തമാക്കുമ്പോഴും ഒരു തരത്തിലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അവകാശവാദം വിട്ടുകൊടുക്കാൻ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൃത്യമായിട്ടുള്ള ക്ലെയിമാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഹൈക്കമാൻഡിന് മുൻപിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിന് അനുസൃതമായി KC വേണുഗോപാൽ എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും മല്ലികാർജ്ജുന ഖാർഗെയുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. AICC-യുടെ ഭാഗത്തുനിന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെ ആ പ്രഖ്യാപനം പുറത്തിറക്കാനുള്ള സാധ്യതയാണുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു യോഗത്തിന് ശേഷം നേതാക്കളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു പേരിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഒരു പേരിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും ഈ ഫ്ലക്സുകളും എല്ലാം ഉടൻ നീക്കം ചെയ്യണമെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു
എന്നുള്ളത് അത് കൃത്യമായി അംഗീകരിക്കും എന്ന പ്രതികരണം രമേശ് ചെന്നിത്തലയും ഒപ്പം സണ്ണി ജോസഫും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും AICCയുടെ ഭാഗത്ത് നിന്നൊരു വാർത്താക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികരണത്തിലൂടെ ആയിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോവുക. നേരത്തെ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ആവശ്യം മുസ്ലിം ലീഗ് UDFിലെ ഏറ്റവും പ്രബലമായ ഘടകകക്ഷി മുസ്ലിം ലീഗ് വ്യക്തമാക്കുകയും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ VD സതീശൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും സണ്ണി ജോസഫിനെതിരെ KPCC അധ്യക്ഷനെതിരെ പോലും മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു പേരിലേക്ക് എത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. ഇനി മുൻപോട്ട് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു പേര് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. അഖില, ശരി, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതായത് മികച്ച വിജയം UDF സംസ്ഥാനത്ത് നേടിയിട്ടും ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തത്ര തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകണം, ഒപ്പം മന്ത്രിമാരെ തീരുമാനിക്കണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനി ഇതിന് പിന്നാലെ നടക്കേണ്ടതുണ്ട്. വളരെ വേഗം ആ കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തർക്കത്തിൽ വിമർശനവുമായി KC ജോസഫ് ഇന്ന് രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തെരുവിലേക്ക് കൊണ്ടുപോകുന്നത് അപകടകരമാണെന്നും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലർന്നു കിടന്ന് തുപ്പിയാൽ മുഖത്തെ വീഴുവുള്ളൂ എന്നും പ്രതിഷേധക്കാർ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തെ പോലും അപമാനിച്ചുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇനി ഈ ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ചരടുവലികൾ നടന്ന ആ ഒരു ചരടുവലിയെ സംബന്ധിച്ചും ഇതിനുവേണ്ടി തെരുവിലിറങ്ങി ഫ്ലക്സ് വയ്ക്കലും ഒപ്പം പ്രകടനങ്ങൾ നടത്തുന്നതും ഒക്കെ വേണ്ട, ഇനി അങ്ങനെ ഒരു തീരുമാനം വേണ്ട, എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നോ അതനുസരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് നേതാക്കൾ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഇത് അവസാനിപ്പിക്കാൻ പ്രവർത്തകരോട് അവർ ആഹ്വാനം ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പലയിടങ്ങളിലുള്ള ഫ്ലക്സുകളൊക്കെ നീക്കി തുടങ്ങുന്ന കാഴ്ചയും ഇന്ന് കാണാൻ കഴിഞ്ഞു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സംയുക്തമായി ഇക്കാര്യം ആവശ്യപ്പെട്ടത് പ്രവർത്തകർക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തലസ്ഥാനത്തേതുൾപ്പെടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് പ്രവർത്തകർ ഇന്ന് നീക്കം ചെയ്തത്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും. ഇതിന് പിന്നാലെ KPCC ഓഫീസ് പരിസരത്തുൾപ്പെടെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കി തുടങ്ങി. നേതാക്കളെ ഇഷ്ടപ്പെടുന്നത് തെറ്റില്ല എന്നും എന്നാൽ അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാറരുതെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. KC വേണുഗോപാലിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ ഫ്ലെക്സി യുദ്ധമാണ് ഈ ദിവസങ്ങളിൽ നടന്നത്. പരസ്പരം ഫ്ലെക്സിൽ കരിയോയിൽ അഭിഷേകം നടത്തുന്നതും എതിർ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുന്ന ആവേശത്തോടെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം പതിച്ച ഫ്ലെക്സുകൾ കീറിയെറിയുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. കേരളത്തിലെ കോൺഗ്രസ് VD, RC, KC എന്ന് 3 ഗ്രൂപ്പുകളായി പരിണമിച്ചപ്പോൾ വിഭാഗീയത മറനീക്കി പുറത്തു വന്നു എന്നതാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയത്തിൽ നേതാക്കളുടെ ഇടപെടലും അതിനെ തുടർന്നുള്ള നടപടിയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ എല്ലായിടത്തും നടക്കുമ്പോൾ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇന്ന് നടത്തിയിരുന്നു. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സീനിയോറിറ്റി ഒന്നും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ബാധകമാക്കേണ്ട കാര്യമില്ല എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. MLA-മാരുടെ പിന്തുണ ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണയാണ് ഈ തീരുമാനത്തിൽ നിർണായകമാവുക എന്നാണ് മുരളീധരന്റെ പ്രതികരണം. അതേസമയം വിഭാഗീയ പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും തെരുവിലെ ഈ കളി അവസാനിപ്പിക്കണമെന്നും നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടിരുന്നു. ഫ്ലക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം. പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ് ആയി കാണാൻ പറ്റില്ല.
പശ്ചിമബംഗാളിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് BJP. തലസ്ഥാന നഗരിയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പശ്ചിമബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ ചടങ്ങിന് സാക്ഷിയാകാനുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല, BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. 2011 ഒറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന BJPയെ 15 വർഷം കൊണ്ട് 207 സീറ്റ് നേടി അധികാരത്തിലെത്തിക്കുന്നതിൽ സുവേന്ദു അധികാരി വഹിച്ച പങ്ക് തന്നെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബംഗാളി ഭാഷയിൽ ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে സുവേന്ദുവിനൊപ്പം ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കൃത്താനിയ, ക്ഷുദിരം തുഡു, നിഷിത് പ്രമാണിക് എന്നീ 5 മന്ത്രിമാരും ചുമതലയേറ്റു. വർഷങ്ങളോളം CPM-നും പിന്നീട് 15 വർഷം തൃണമൂലിനുമൊപ്പം നിന്ന ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമാണ് ആദ്യ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിതിൻ നബീൻ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. യോഗി ആദിത്യനാഥ്, ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭവാനിപൂർ ഉൾപ്പെടെ തൃണമൂൽ കോട്ടകൾ തകർത്തുകൊണ്ട് 207 സീറ്റുകൾ നേടിയായിരുന്നു ബംഗാളിൽ BJPയുടെ മികച്ച വിജയം. കൊൽക്കത്തയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സുവേന്ദു അധികാരിയെ ഐക്യകണ്ഠേന നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 5 നാൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമാവുകയാണ്. ജനനായകൻ വിജയുടെ സത്യപ്രതിജ്ഞ നാളെയാണ്. രാവിലെ 10 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി ലോക്ഭവനിലെത്തിയ വിജയ്ക്ക് നിയമന ഉത്തരവ് ഗവർണർ കൈമാറി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഗവർണർ ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമേ കിട്ടിയുള്ളൂ എന്നും ഭൂരിപക്ഷം ഉറപ്പിക്കാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ലെന്നും ലോക്ഭവൻ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ക്ഷമിക്കണം, ആ വാർത്താ റിപ്പോർട്ട് മാറിപ്പോയതാണ്. ആ റിപ്പോർട്ടിലേക്ക് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പുതുച്ചേരിയുടെ 16ാമത് മുഖ്യമന്ത്രിയായി N രംഗസ്വാമി. മെയ് 13 രാവിലെ 11:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് പുതുച്ചേരിയിലാണ് നടക്കുക. തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം ഭൂരിപക്ഷം നേടിയതിനെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണറെ സന്ദർശിച്ച N രംഗസ്വാമി സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേർന്നിരുന്നു. ഈ യോഗത്തിൽ CPM-നും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. CPM പ്രവർത്തകർ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് ഈ യോഗത്തിൽ പറഞ്ഞത്. അതായത് തോൽക്കാനുള്ള കാരണം CPM-ന്റെ ഈ ക്രോസ് വോട്ടെന്നാണ്. ഭരണവിരുദ്ധ വികാരമല്ല, ഭരിച്ചവരോടുള്ള വിരോധമായിരുന്നു തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്നും മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ റോഷി അഗസ്റ്റിന്റെയും പ്രമോദ് നാരായണന്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്നും ആരോപണമായിരുന്നു. അണികൾ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ CPM പരിശോധിക്കണമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ വോട്ട് ഷെയർ കേരള കോൺഗ്രസ് എമ്മിനാണെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എം മത്സരിച്ച പല മണ്ഡലങ്ങളിലും CPM പ്രവർത്തകർ ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ള ആരോപണമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, ഭരിച്ചവരോടുള്ള വിരോധമായിരുന്നു തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്ന് മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനവും ഉയർന്നു. വിരുദ്ധതയെ അതിജീവിക്കാൻ സ്ഥാനാർത്ഥികളുടെ ജനകീയതയ്ക്ക് പോലും കഴിഞ്ഞില്ല. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും
ഫേസ്ബുക്കിൽ തുടരും എന്ന് പോസ്റ്റിട്ടത് ആശയക്കുഴപ്പത്തിന് കാരണമായി എന്നും വിമർശനമുയർന്നു. ഇത് മറ്റ് MLA-മാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും പൊതുജനം സംശയിക്കുന്നതിന് കാരണമായി എന്നും ചിലർ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ തരംഗം ഉണ്ടായി എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് ലഭിക്കാൻ ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി. പോരായ്മകൾ പാർട്ടിയുടേതോ മുന്നണിയുടേതോ എന്ന് പരിശോധിക്കും. CPM-ന്റെ അണികൾ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി കാണേണ്ടതാണ്. അത് CPM പരിശോധിക്കണം. എല്ലാ വിഷയങ്ങളും മുഖം നോക്കാതെ ഇടതുമുന്നണിയിൽ ഉന്നയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഒരു പരാജയം വന്നു, അതിനെ ജനവിധി മാനിക്കുന്നു. തീർച്ചയായും എന്താണ് പോരായ്മകൾ, അത് പാർട്ടിയുടെയാണോ മുന്നണിയുടെയാണോ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇതിനകത്ത് അണികൾ പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താണെന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. UDF തരംഗത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ വോട്ട് ഷെയർ ലഭിച്ചത് കേരള കോൺഗ്രസ് എമ്മിനാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന പദവിയും ചിഹ്നവും അടുത്ത 6 വർഷം സുരക്ഷിതമാണ്. വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ മധുരമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഏതായാലും വിഭാഗീയതയും പൊട്ടിത്തെറികളുമില്ലാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അവസാനിച്ചു എന്നത് നേതൃത്വത്തിന് ആശ്വാസമായി. അമൃത ന്യൂസ്, കോട്ടയം. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണിയെ നിയമിച്ചു. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് അടുത്ത ചീഫ് ഓഫ് നേവി. ഇരുവരും അടുത്ത മാസം ആദ്യം ചുമതലയേൽക്കും. നിലവിലെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ അനിൽ ചൗഹാൻ മെയ് 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NS രാജസുബ്രഹ്മണി പുതിയ സംയുക്ത സൈനിക മേധാവിയായി തലപ്പത്തെത്തുന്നത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി മെയ് 31-ന് വിരമിക്കുന്നതിനെ തുടർന്നാണ് കൃഷ്ണ സ്വാമിനാഥൻ നാവികസേനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഇരുവരും ഏപ്രിൽ ആദ്യത്തോടെ ചുമതല ഏറ്റെടുത്തേക്കും. ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണി സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കും. രാജസുബ്രഹ്മണി 2025 സെപ്റ്റംബർ 1 മുതൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ സൈനിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. നേരത്തെ ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫായും സെൻട്രൽ കമാൻഡന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായും സേവനമനുഷ്ഠിച്ചു. നിലവിൽ മുംബൈയിൽ വെസ്റ്റേൺ നേവൽ കമാൻഡറായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ കാലാവധി 2028 ഡിസംബർ 31 വരെ തുടരും. തമിഴ്നാട്ടിൽ കുടുംബപേരുള്ള ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി 1968 ജൂലൈ 21-ന് മുംബൈയിലാണ് ജനിച്ചത്. നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. 37 വർഷത്തിലധികം നീണ്ട പ്രവർത്തന പരിചയമുണ്ട്. സേവന മികവിനായി പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. 1987 ജൂലൈ 1-ന് ഇന്ത്യൻ നാവികസേനയിൽ നിയമിതനായ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് വാർഫെയർ എന്നിവിടങ്ങളിൽ സ്പെഷ്യലിസ്റ്റാണ്. കണ്ടാക്ലോസയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി, രാജ്യത്തിന് പുറത്തുള്ള സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം. അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹാൻഡ വൈറസിന്റെ ആശങ്ക ഇങ്ങനെ എല്ലായിടത്തും നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അടിയന്തര ആശങ്ക വേണ്ട എന്ന് ഇന്ത്യയുടെ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും വ്യക്തമാക്കുന്നത്. നെതർലൻഡ്സ് ആസ്ഥാനമായ ക്രൂയിസ് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും ഇവർ നിരീക്ഷണത്തിലാണെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലയളവ് 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം. ഏപ്രിൽ 1-ന് അർജന്റീനയിലെ ഉഷുവായിൽ നിന്ന് 2 ഇന്ത്യൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ച നെതർലാൻഡ് ആസ്ഥാനമായ ഓഷ്യൻ വൈഡ് എന്ന ക്രൂസ് കപ്പലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവം ഹാൻഡ വൈറസാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നേരത്തെയും ഹാൻഡ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ രാജ്യത്ത് അടിയന്തര ആശങ്കയൊന്നും വേണ്ട എന്നാണ് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും സർക്കാർ ഏജൻസികളും പറയുന്നത്. അന്താരാഷ്ട്ര ആരോഗ്യ നിയന്ത്രണ ചാനലുകൾ വഴി പങ്കിട്ട വിവരങ്ങളനുസരിച്ച് കപ്പലിലുള്ള 2 ഇന്ത്യക്കാർ നിലവിൽ രോഗലക്ഷണങ്ങളില്ലാത്തവരും നിരീക്ഷണത്തിലുമാണ്. ക്രൂസ് കപ്പലിലെ ഹാൻഡ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ യാത്ര അവസാനിപ്പിച്ചിരുന്നു. കപ്പലിൽ നിന്നും ഇറങ്ങിയ യാത്രക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം. കപ്പലിൽ ഉണ്ടായിരുന്ന 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 3 പേർ മരണപ്പെട്ടിരുന്നു. രോഗലക്ഷണം പ്രകടിപ്പിക്കുവാനുള്ള കാലാവധി 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുവാനുള്ള സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായം. കപ്പലിലുണ്ടായിരുന്ന പൗരന്മാരെ നിരീക്ഷിക്കുന്നതിനായി 12ഓളം രാജ്യങ്ങളുമായി ലോകാരോഗ്യ സംഘടന ബന്ധപ്പെടുന്നുണ്ട്. കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ 150 യാത്രക്കാരും 61 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 28 രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. എന്നാൽ ഏപ്രിൽ 24-ന് UK മേൽനോട്ടത്തിലുള്ള സെന്റ് ഹെലീന ദ്വീപിൽ 32 യാത്രക്കാർ ഇറങ്ങി.
കപ്പൽ അധികൃതർ വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കപ്പലിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിലിപ്പീൻസ് പൗരന്മാരാണ്. UK, US, നെതർലൻഡ്, സ്പെയിൻ, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും കപ്പലിലുണ്ട്. ഇന്ത്യക്കാരായ 2 ജീവനക്കാരും കപ്പലിലുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് മെയ് 13 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും 2 ചക്രവാത ചുഴികളും ഉണ്ട്. ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴ പെയ്തേക്കും. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 230 റൺസ് വിജയലക്ഷ്യം. 84 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 55 റൺസ് എടുത്ത സായി സുദർശന്റെയും പ്രകടനമാണ് ഗുജറാത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയിലാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായാണ് ലുക്കൌട്ട് സർക്കുലർ. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കേസിൽ വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നത വ്യക്തികളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. MP, MLA മാർ, ജഡ്ജിമാർ എന്നിവരുടെ പേരിൽ പ്രതികൾ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേരെ കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. സണ്ണി വർഗീസ്, ഇയാളുടെ ഭാര്യ സിനി വർഗീസ്, സനോജ് എന്നിവരാണ് എറണാകുളത്ത് പിടിയിലായത്. അവയവ കച്ചവടത്തിന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. പള്ളിക്കരയിലെ സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനാണ് സണ്ണി വർഗീസും സിനിയും. പള്ളിക്കരയിലെ സൈൻ HD സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവിടുത്തെ ജീവനക്കാരനായ സനോജിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായി ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അറിവോടെയാണോ അവയവ കച്ചവട സംഘം ഒപ്പും സീലും ഉപയോഗിച്ചതെന്നതിലാണ് പരിശോധന. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. ഈ അവയവദാതാവിനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ട്രെയിനിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതി പിടിയിൽ. കൊല്ലം അയത്തിൽ സ്വദേശി 40 വയസ്സുകാരനായ സാനിഷാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലായത്. പുനലൂർ ചെങ്കോട്ട യാത്രാമധ്യേ പാലരുവി എക്സ്പ്രസിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനോടൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനെത്തിയ ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന കുട്ടിയെയാണ് ആക്രമണത്തിന് ഇരയാക്കിയത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ പ്ലാറ്റ്ഫോമിനരികെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ അതേ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പ്രതി എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു യാത്രക്കാരൻ ദൃശ്യങ്ങൾ പകർത്തുകയും തന്ത്രപൂർവ്വം പ്രതിയെ നിരീക്ഷിച്ചുകൊണ്ട് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതോടെയാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. പിടിയിലായ കൊല്ലം അയത്തിൽ സ്വദേശി 40-കാരൻ സാനിഷ് മുൻപും പീഡനക്കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO PK പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രേംകുമാർ, കണ്ണൻ, ഡാനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം. UDF സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രയുടെ ബാധ്യതാ കണക്കെടുപ്പ് ആരംഭിച്ച KSRTC. ഇതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനത്തിന് തുടക്കമായി. ഇതുപ്രകാരം ബസ്സിലെ സ്ത്രീ പുരുഷ ടിക്കറ്റുകളുടെ എണ്ണവും തുകയും പ്രത്യേകം കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം. അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് നടപ്പാക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനമാണ് KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര.
സർക്കാർ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കണക്ക് തയ്യാറാക്കുകയാണ് KSRTC. ധനസെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നു മുതൽ KSRTCയിൽ നൽകുന്ന ടിക്കറ്റുകളിൽ സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ കൂടി രേഖപ്പെടുത്തുന്നത്. ടിക്കറ്റ് മിഷനുകളിൽ ഇതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. 10 ദിവസത്തെ പഠനമാണ് നടത്തുന്നത്. ഒരു ദിവസവും ഒരാഴ്ചയും എത്ര സ്ത്രീ ടിക്കറ്റുകൾ ഉണ്ടെന്നും അതിന്റെ സാമ്പത്തിക ബാധ്യതയുമാണ് കണക്കാക്കുന്നത്. KSRTC തയ്യാറാക്കുന്ന റിപ്പോർട്ട് ധനവകുപ്പിനും തുടർന്ന് ഇത് സർക്കാരിനും സമർപ്പിക്കും. കോൺഗ്രസ് മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുത്തേക്കും. KSRTCക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പാണ് ഉള്ളത്. ഇതിനിടയിലാണ് സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് കണക്കെടുക്കാൻ KSRTC ജനറൽ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗളൂരുവിൽ നിന്ന് MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ കടത്തിയ സംഘത്തിലെ പ്രധാനികൾ പോലീസ് പിടിയിൽ. വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചിരുന്ന കമിതാക്കളെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശി അദ്വൈതയും കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി മുഹമ്മദ് നിജാഹുമാണ് പിടിയിലായത്. ഇരുവരും കമിതാക്കളാണെന്നും ബംഗളൂരുവിൽ വ്യാജ പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ബംഗളൂരുവിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരും പിടിയിലായത്. വർഷങ്ങളായി കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തിയ സംഘത്തിലെ പ്രധാനികളാണ് ഇരുവരും. റേഡിയോളജി പഠനത്തിനായി ബംഗളൂരുവിലെത്തിയ അദ്വൈത പിന്നീട് ലഹരി ഇടപാടുകളിലേക്ക് കടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായ മുഹമ്മദ് സിജാഹ് മുൻപും നിരവധി NDPS കേസുകളിൽ പ്രതിയാണ്. അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂർ, ഇരിട്ടി എന്നിവിടങ്ങളിലെ എക്സൈസ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊല്ലത്തു നിന്നും പിടികൂടിയ MDMA കേസാണ് പ്രതികളിലേക്ക് എത്താൻ വഴിയൊരുക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. പ്രശസ്ത കലാകാരനും രാജ്യാന്തര ക്യൂറേറ്ററുമായ ഖാദർ അത്തിയയെ കൊച്ചി മുസിരിസ് ബിനാലെ 7ാം പതിപ്പിന്റെ ക്യൂറേറ്ററായി പ്രഖ്യാപിച്ചു. വെനീസിൽ നടന്ന ചടങ്ങിൽ കൊച്ചി മുസിരിസ് ബിനാലെ പ്രസിഡന്റ് ജിതീഷ് കല്ലാട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതാദ്യമായാണ് ഒരു വിദേശ കലാകാരൻ ബിനാലെയുടെ ക്യൂറേറ്ററാകുന്നത്. 1970 ഫ്രാൻസിലെ ഡെഗ്നിയിൽ ജനിച്ച ഖാദർ അത്തിയ ഹാംബർഗ് യൂണിവേഴ്സിറ്റി ഓഫ് ഫൈൻ ആർട്സിലെ പ്രൊഫസറാണ്. ചരിത്രം, ഓർമ്മ, കൊളോണിയലിസത്തിന്റെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇൻസ്റ്റലേഷൻ, ശില്പം, സിനിമ, ആർക്കൈവൽ ഗവേഷണം എന്നിവയിലൂടെ കലയെ നരവംശാസ്ത്രവുമായും ദർശനങ്ങളുമായും അദ്ദേഹം ബന്ധിപ്പിക്കുന്നു. വെനീസിൽ നടന്ന ചടങ്ങിൽ കൊച്ചി മുസ്ലിസ് ബിനാലെ പ്രസിഡന്റ് ജിതീഷ് കല്ലാട്ട് അധ്യക്ഷനായ സമിതിയാണ് അത്തിയെ ക്യൂറേറ്ററായി തിരഞ്ഞെടുത്തത്. 2014 നടന്ന 2ാം ബിനാലെയിൽ അത്തിയെ കലാകാരൻ നിലയിൽ പങ്കെടുത്തിരുന്നു. ബിനാലെയുടെ 6ാം പതിപ്പ് സംവാദങ്ങൾക്കും സർഗാത്മകതയ്ക്കും വലിയ വേദിയായിരുന്നുവെന്ന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വേണു വി പറഞ്ഞു. ഏകദേശം ഒരു 1.5 വർഷം സമയമുണ്ട്. അടുത്ത ഡിസംബർ 2027 അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബിനാലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷം സമയമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ വരുന്ന വർഷം ഡിസംബർ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ട് ബിനാലെ പോവും. ജനുവരി തൊട്ട് ഏകദേശം ഏപ്രിൽ വരെ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഫേസും പിന്നെ മെയ് തുടങ്ങി പതുക്കെ ആ പ്രൊഡക്ഷൻ ഫേസും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ജൂൺ തൊട്ട് ഒരു നവംബർ അവസാനമാകുമ്പോഴത്തേക്കും ബിനാലയുടെ എല്ലാ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പബ്ലിക് സ്പെക്ടക്കിൾ ഡിസംബറിലാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ കലാസങ്കേതങ്ങളെ കൊച്ചിയുടെ ചരിത്രവും ജനങ്ങളുടെ ജീവിതവുമായി കൂട്ടിയിണക്കാൻ ഖാദർ അത്തിയയുടെ നിർദ്ദേശങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. ബിനാലയുടെ 7ാം പതിപ്പ് 2027 ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഹോർമൂസിന് സമീപം തടികൊണ്ട് നിർമ്മിച്ച ചെറു ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. 18 ഇന്ത്യക്കാരാണ് ബോട്ടിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരുൾപ്പെടെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകിയെന്നും കോൺസുലേറ്റ് അറിയിച്ചു. ബോട്ടിന്റെ ഉടമസ്ഥനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. അമൃത TVയിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികളുടെ ഭജൻ ഇനി നേരിട്ട് ജനങ്ങളിലേക്ക്. ഓംകാര ഭജൻസ് എന്ന പേരിലാണ് പുതിയ ഭജന സംഘം എത്തുന്നത്. ഞായറാഴ്ച കൊച്ചിയിലെ അമൃത TV സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാരം ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. സംഗീത സംവിധായകൻ ശരത്, പിന്നണി ഗായികയായ ഗായത്രി അശോകൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഹാലത്തോട്
അമൃത ടെലിവിഷനിലെ ജനപ്രിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികൾ ചേർന്നാണ് ഓംകാര ഭജൻസ് എന്ന പേരിൽ ഭജന സംഘവുമായി ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. ക്ഷേത്രങ്ങളിലും ഭക്തിനിർഭരമായ പൊതുവിടങ്ങളിലും ഓംകാര ഭജൻസിൻ്റെ പരിപാടികൾ ഉണ്ടായിരിക്കും. വീടുകളിലും ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും കാരണമായിരുന്നു. എന്നാൽ തിരക്ക് പിടിച്ച ഇന്നത്തെ ചുറ്റുപാടിൽ അത്തരം കൂട്ടായ്മകൾ ഇല്ലാതെയായി. അതൊക്കെ വീണ്ടെടുക്കുക എന്നതുകൂടിയാണ് ഭജനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കൊച്ചി വൈറ്റ്ലയിലുള്ള അമൃത ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാര ഭജൻസിൻ്റെ ആദ്യ പരിപാടി നടക്കും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ മാറാൻ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ നാമജപത്തിന് പിന്നിൽ. അപ്പം കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പം അതൊക്കെ പോയി തുടങ്ങി കുടുംബത്തിൽ നിന്ന്. അപ്പം നമ്മൾ വീണ്ടും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനൊരു ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് വരുന്നത്. അപ്പം ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇനി സീനിയർ ബാച്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഈ 10 കുട്ടികളെ വെച്ചിട്ടാണ്, സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളെ വെച്ചിട്ട്. സൂപ്പർ സ്റ്റാർ മത്സരാർത്ഥികൾക്കൊപ്പം അമൃത വിദ്യാലയത്തിലെ കുട്ടികളും ഭജൻ ആലപിക്കുന്നുണ്ട്. ചിട്ടയായ പരിശീലനത്തിന് ശേഷമാണ് ഓംകാര ഭജൻസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൊച്ചിയിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി നന്ദ നന്ദന ഗോവിന്ദ ഭവനിത ചോര ഗോവിന്ദ. സംഗീതവും ഭക്തിയും എല്ലാം കൂടി ചേരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് കേരളത്തിലുടനീളം ഓംകാര ഭജൻസിലൂടെ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മഹാപ്രളയം ബാക്കി വെച്ച പമ്പയിലെ മണൽ വിറ്റ് പണമാക്കാൻ നോക്കിയ വനം വകുപ്പിന് ഇപ്പോൾ മണലും പോയി പണവും പോയി എന്ന അവസ്ഥയാണ്. പമ്പാ ത്രിവേണിയിൽ നിന്ന് നീക്കം ചെയ്ത് വടശ്ശേരിക്കരയിലെ ഡിപ്പോയിലെത്തിച്ച 1000 ഘനമീറ്റർ മണലാണ് 3 വർഷമായിട്ടും വാങ്ങാൻ ആളില്ലാതെ കാട് പിടിച്ചു കിടക്കുന്നത്. 40 തവണ ലേലത്തിന് വെച്ചിട്ടും ആവശ്യക്കാരെത്താത്തത് വനം വകുപ്പിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. മഹാപ്രളയത്തിൽ പമ്പാ ത്രിവേണിയിൽ അടിഞ്ഞുകൂടിയ മണലാണ് യാതൊരു പ്രയോജനവുമില്ലാതെ ഇവിടെ കാടുമൂടിക്കിടക്കുന്നത്. പമ്പയിൽ നിന്നുള്ള 62 ലോഡ് മണൽ വിൽപ്പനയ്ക്കായി വനം വകുപ്പിന്റെ അരീക്കക്കാവ് ഡിപ്പോയിൽ എത്തിച്ചത് 2019-ലാണ്. എന്നാൽ വർഷങ്ങൾ 3 കഴിഞ്ഞിട്ടും ഈ മണൽ വാങ്ങാൻ ഒരാൾ പോലും എത്താത്ത അവസ്ഥയാണിപ്പോൾ. 2019 ഓഗസ്റ്റ് മുതൽ 40-ലധികം തവണ ലേലത്തിന് വെച്ചിട്ടും വാങ്ങാൻ ഒരാൾ പോലും എത്തിയില്ല. വനം വകുപ്പിനാകട്ടെ മണൽ എത്തിച്ച വകയിലും അത് ഒലിച്ചു പോകാതിരിക്കാൻ മതിൽ നിർമ്മിച്ച വകയിലുമായി 8 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണുണ്ടായത്. വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എംസാൻഡും ആറ്റുമണലും ലഭ്യമാകുമ്പോൾ ചെളിയും മാലിന്യവും നിറഞ്ഞ ഈ മണലിന് വനം വകുപ്പ് ഈടാക്കുന്ന ഉയർന്ന തുകയാണ് ലേലം പരാജയപ്പെടാൻ കാരണം. ഒരുപക്ഷെ വനം വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 100-ലേറെ തവണ അത് ടെൻഡർ വെച്ചു, ആരും വിളിക്കുന്നില്ല. ക്വാളിറ്റി, അതിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് കെട്ടിടം പണിയാൻ കൊള്ളാമോ തേക്കാൻ കൊള്ളാമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എഞ്ചിനീയർമാർ അതൊരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. 1. 2, ഇവർ ചോദിക്കുന്നത് ഭയങ്കര വിലയാണ്. ഇതിനേക്കാൾ കുറച്ച് പാറമണലും അല്ലെങ്കിൽ ആറ്റുമണലും ലഭ്യമാകുന്നിടത്ത് ആറ്റുമണലും എല്ലാം കിട്ടും. ഇതിപ്പോൾ വലിയ വിലയാണ്. ഇത് സാധാരണക്കാർക്ക് ഇവിടെ സ്പോട്ടിൽ നിന്ന് വിളിക്കാൻ ഒക്കില്ല. ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ വഴി ലേലം ചെയ്ത്
ലേലം ചെയ്ത് കഴിയുമ്പോൾ കോട്ട് ചെയ്യുന്ന തുകയുടെ 5% GST കൊടുക്കണം. വേറെ വനം വകുപ്പിനൊരു പ്രക്രിയയുണ്ട്. അവരുടെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ടാക്സ് FDT എന്ന് പറയും, അത് 5%. പിന്നീട് 1% പ്രളയ സെസ്. വനവിഭവങ്ങൾ വിൽക്കുന്ന MSTC വെബ്സൈറ്റ് വഴിയുള്ള സങ്കീർണമായ ടെൻഡർ നടപടികളും നികുതി ഭാരവുമാണ് സാധാരണക്കാരെ ഇതിൽ നിന്നും അകറ്റുന്നത്. നഷ്ടം നികത്താൻ ഇനിയെങ്കിലും പ്രായോഗികമായ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത വാർത്തയിലേക്കാണ്. 5 നാൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ ഒരു സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമായത്. ജനനായകൻ വിജയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. രാവിലെ 10 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി ലോക് ഭവനിലെത്തിയ വിജയ്ക്ക് നിയമന ഉത്തരവ് ഗവർണർ കൈമാറി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ നീണ്ട അനിശ്ചിതത്വത്തിന് അവസാനം കുറിച്ചാണ് തമിഴ്നാട്ടിൽ വിജയുടെ TV-ക്ക് ഭരണത്തിലേക്ക് കയറുന്നത്. 3 തവണയും ഭൂരിപക്ഷം തെളിയിക്കുവാനുള്ള കത്ത് കൈമാറാൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് 4ാം തവണയാണ് വിജയ് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടത്. വിജയ് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. 107 MLA-മാരുള്ള TV-ക്ക് കോൺഗ്രസ് 5, CPM 2, CPI 2, മുസ്ലിം ലീഗ് 2, BCK 2 എന്നീ MLA-മാരാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഗവർണർക്ക് പിന്തുണ കത്ത് കൈമാറിയതോടെ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള അനുവാദം ലഭിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 118 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. 2 മത്സരിച്ച് ജയിച്ച വിജയ് ഒരു മണ്ഡലത്തിൽ നിന്നും രാജിവെക്കും. ഉപാധികളില്ലാത്ത പിന്തുണയാണ് CPM-ഉം CPI-യും പ്രഖ്യാപിച്ചത്. BJP ഗവർണറെ ഇറക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇടതു പാർട്ടികൾ പിന്തുണക്കത്ത് കൈമാറിയത്. വിജയ് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിൽ ചേരില്ലെന്ന നിലപാടിലാണ് CPM-ഉം CPI-യും. അതേസമയം BCK മന്ത്രിസഭയുടെ ഭാഗമാകും. ലീഗ് മന്ത്രിസഭയിൽ ചേരുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോൺഗ്രസ് ചേർന്നാൽ ചേരുമെന്ന നിലപാടിലാണ് ലീഗെന്നാണ് സൂചന. വിജയുടെ പക്ഷത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ BCK, ഇടതുപക്ഷ നേതാക്കൾ എന്നിവർ കഴിഞ്ഞ ദിവസം DMK അധ്യക്ഷൻ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്റ്റാലിൻ ഈ 3 പാർട്ടികൾക്കും പച്ചക്കൊടി കാട്ടിയതോടെയാണ് പിന്തുണ വിജയിയെ അറിയിച്ചത്. എന്തായാലും ദ്രാവിഡ പാർട്ടികളുടെ ദശകങ്ങൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് TVK തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതും ചെറുകക്ഷികളുടെ പിന്തുണയോടെ ഭരണത്തിലേറുന്നതും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.